സൈബർ കുറ്റകൃത്യങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുന്നതിനാൽ നിരീക്ഷണം കർശനമാക്കുകയാണ് വാട്സ്ആപ്പ്. അതിനാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ വാട്സ്ആപ്പിന് പൂട്ട് വീണേക്കും. സംശയാസ്പദവും IT നിയമങ്ങൾ ലംഘിച്ചതുമായ അക്കൗണ്ടുകൾ കൂട്ടത്തോടെ പൂട്ടാനാണ് വാട്സ്ആപ്പിന്റെ നീക്കം. ഈ വർഷം ജനുവരിയിൽ മാത്രം രാജ്യത്ത് 1 കോടി അക്കൗണ്ടുകളാണ് പൂട്ടിയത്. ഇതിൽ തന്നെ 13 ലക്ഷം അക്കൗണ്ടുകൾ ഉപഭോക്താക്കളുടെ പരാതി ഇല്ലാതെ വാട്സ്ആപ്പ് സ്വയം തിരിച്ചറിഞ്ഞ് നിരോധിച്ചവയാണ്. ആദ്യമായാണ് ഇത്രയധികം അക്കൗണ്ടുകൾ ഒരു മാസത്തിനുള്ളിൽ നിരോധിക്കുന്നത്. 9400-ലധികം പരാതികളും ജനുവരിയിൽ ലഭിച്ചിരുന്നു. ഒരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അത് യഥാർത്ഥത്തിലുള്ളതാണോ അതോ വ്യാജ അക്കൗണ്ട് ആണോ എന്ന് വാട്സ്ആപ്പ് തന്നെ നിരീക്ഷിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അയക്കുന്ന സന്ദേശങ്ങളും അവയുടെ രീതിയും വാട്സ്ആപ്പ് നിരീക്ഷിക്കുന്നുണ്ട്. ഒരാൾ കുറെ അധികം സന്ദേശങ്ങൾ അയക്കുന്നതും ഒരേ സമയം ഒന്നിലധികം പേർക്ക് അയക്കുന്നതും ഒരേ പാറ്റേണിൽ ഒന്നിലധികം പേർക്ക് സന്ദേശങ്ങൾ അയക്കുന്നതും അക്കൗണ്ട് നിരോധിക്കുന്നതിന് കാരണമാകും. ഓണക്കാലത്തും ക്രിസ്മസ് കാലത്തുമൊക്കെ അയക്കുന്ന ആശംസാ സന്ദേശങ്ങൾ പോലും ബൾക്ക് മെസ്സേജിൽ ഉൾപ്പെടുന്നുണ്ട്. വ്യക്തിഹത്യ, ലൈംഗിക പരാമർശങ്ങൾ, ആൾമാറാട്ടം എന്നിവയടങ്ങിയ മെസ്സേജുകൾ, വ്യാജ ലിങ്കുകൾ ഉപയോഗിക്കുന്നവർ, ഒരുപാട് കോൺടാക്റ്റുകൾ ഫോണിൽ സൂക്ഷിക്കുന്നവർ, വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർ ഇങ്ങനെയുള്ളവരുടെ അക്കൗണ്ടിന് പിടിവീഴും. ഈ സാഹചര്യത്തിൽ ഇനി മുതൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരാൾക്ക് അയക്കാൻ കഴിയുന്ന മെസ്സേജുകളുടെ എണ്ണത്തിൽ അടുത്ത മാസം മുതൽ വാട്സ്ആപ്പ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. കൂടുതൽ സന്ദേശങ്ങൾ അയക്കണമെങ്കിൽ തുക ഈടാക്കും. ആദ്യഘട്ടത്തിൽ 250 ബിസിനസ് അക്കൗണ്ടുകൾ സൗജന്യമായി ഉപയോഗിക്കാം. അതുപോലെ തന്നെ അപരിചിതരുടെ സന്ദേശങ്ങൾക്ക് പ്രതികരിക്കാതിരിക്കുക. ആപ്പുകൾ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുക. ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി അഥവാ അക്കൗണ്ട് ഇല്ലാതായി പോയാൽ support@whatsapp.com എന്ന മെയിൽ ID യിൽ പരാതി അയച്ച് പരിഹാരം തേടാവുന്നതാണ്.